Miss Purvi aged 55 years. So 55 years ആയതുകൊണ്ട് നോർമൽ ടാക്സ് പെയർ ആണ്. അതായത് ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000 വരുന്നത്. ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ്. സോ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ഷീ മെയിൻറ്റെയിൻസ് ഹെർ അക്കൗണ്ട്സ് ഓൺ ക്യാഷ് ബേസിസ്. സോ ക്യാഷ് ബേസിസ് എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് വരുമ്പോൾ അക്രൂഡ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി recorded only on cash basis. Her income and expenditure account for year ended 31st March 2022 read as follows. So income and expenditure account തന്നിട്ടുണ്ട്. So first നമുക്ക് income side വായിക്കാം. Fees earned audit, taxation service, consultancy fees. So ഈ fees earned എന്ന് പറയുന്നത് PGBP ഇൻകത്തിൽ വരും. സോ PGBP ഇൻകത്തിൽ ടോട്ടലി 4 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കാത്ത എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ഇൻകം, പക്ഷേ PGBP ഇൻകം അല്ലത്, അങ്ങനെയാണെങ്കിൽ അത് മൈനസ് ചെയ്യണം. സോ ഇൻകം നോട്ട് ഇൻ P&L ആഡ് ചെയ്യണം, P&L കൊടുക്കാത്ത ഇൻകം ആഡ് ചെയ്യണം. Then separately consider ചെയ്യേണ്ട ഇൻകം, ഫോർ എക്സാമ്പിൾ റെൻറ്റ് റിസീവ്ഡ്. സോ ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ല, റെൻറ്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് അത് ചാർജ് ചെയ്യേണ്ടത്. സോ PGBPയിൽ നിന്നും മൈനസ് ചെയ്യണം. അതേപോലെ ഡിസലോ ചെയ്തിരിക്കുന്ന എക്സ്പെൻസ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ പർച്ചേസ് ഓഫ് മെഷീനറി, കാർ, അതെല്ലാം എക്സ്പെൻസ് ഡിസലൗഡ് ആണ്. സോ അത് ഡിസലോ ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് ആഡ് ചെയ്യണം. Then expense allowed not part of P&L. P&L ചാർജ് ചെയ്തിട്ടില്ല, പക്ഷേ that expense is allowed, then it will be deducted. So profit before tax ചെയ്യുന്ന ഇൻകം സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യേണ്ടത് മൈനസ് ചെയ്യണം, P&L കൊടുക്കാത്ത ഇൻകം ആഡ് ചെയ്യണം, ഡിസലവ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് ആഡ് ചെയ്യണം. ദെൻ P&Lൻ്റെ പാർട്ടല്ല, P&L കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല, പക്ഷേ ആ എക്സ്പെൻസ് എല്ലാം അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. സോ ഫീസ് ഏൺഡ് അത് PGBP ഇൻകം ആണ്. സോ അത് ഓൾറെഡി ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ട്, സോ കൺസിഡർ ചെയ്യേണ്ട. ദെൻ നെക്സ്റ്റ് ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ് ആൻഡ് ഇന്ത്യൻ കമ്പനി. സോ ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സോ ഇതിൽ നിന്നും കുറയ്ക്കണം, PGBP ഇൻകത്തിൽ നിന്നും കുറയ്ക്കണം, മൈനസ് ചെയ്യണം, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആഡ് ചെയ്യണം. നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എത്രയാണ് പേ ചെയ്തിരിക്കുന്നത്? 10,524. സോ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ്, ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 5,000, 10% TDS ഹാസ് ടു ബി ഡിഡക്റ്റഡ്. സോ 10,524 ആണ് ഡിവിഡൻഡ് പേ ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് മോർ ദാൻ 5,000. സോ 10% ഓഫ് 10,524 വിൽ ബി ഡിഡക്റ്റഡ്. സോ 10% ഓഫ് 524 എന്ന് പറയുമ്പോൾ 1,052 വിൽ ബി TDS. ഓക്കെ, ഗ്രോസ് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെറ്റ് ഫിഗർ ആണെങ്കിൽ അത് ഗ്രോസ് ആക്കിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ഫ്രം UTI. ഇൻകം ഫ്രം UTIയും എന്ത് ഇൻകമാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സോ PGBP ഇൻകത്തിൽ അത് കാണിക്കാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ ഇതിൽ നിന്നും മൈനസ് ചെയ്യണം, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആഡ് ചെയ്യണം. ഇതിലും TDS സെയിം തിങ്, ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 5,000, 10% on total amount will be deducted. Next, so honorarium received from various institution, income from other source ആണ്, PGBP income അല്ല. സോ PGBP നിന്ന് മൈനസ് ചെയ്യണം, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആഡ് ചെയ്യണം. ദെൻ റെൻറ്റ് റിസീവ്ഡ് ഫ്രം റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ലെറ്റ് ഔട്ട്. സോ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്? അല്ല, ബിക്കോസ് ഷീ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. സോ റെൻറ്റ് റിസീവ്ഡ് ഫ്രം റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ലെറ്റ് ഔട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് വരുന്നത്. PGBP ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യണം, ഹൗസ് പ്രോപ്പർട്ടിയിൽ ആഡ് ചെയ്യണം. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. ഡിസലവ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് എല്ലാം PGBPയിൽ ഡിസലവ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് എല്ലാം ആഡ് ബാക്ക് ചെയ്യണം. ദെൻ P&L കൊടുക്കാത്ത, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കാത്ത എക്സ്പെൻസ് എല്ലാം മൈനസ് ചെയ്യണം. സോ സാലറി ടു സ്റ്റാഫ് അലൗഡ് എക്സ്പെൻസ് ആണ്. സ്റ്റൈപ്പൻഡ് ടു ആർട്ടിക്കൽ അസിസ്റ്റൻറ്റ് അലൗഡ് ആണ്. ഇൻസെൻറ്റീവ് ടു ആർട്ടിക്കൽ അസിസ്റ്റൻറ്റ് അലൗഡ് എക്സ്പെൻസ് ആണ്. ദെൻ ഓഫീസ് റെൻറ്റ് അലൗഡ് ആണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി അലൗഡ് ആണ്. മീറ്റിംഗ്, സെമിനാർ ആൻഡ് കോൺഫറൻസ് അലൗഡ് എക്സ്പെൻസ് ആണ്. ദെൻ പർച്ചേസ് ഓഫ് കാർ ഫോർ ഒഫീഷ്യൽ യൂസ്, പർച്ചേസ് ഓഫ് കാർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇറ്റ് ഈസ് ഡിസലൗഡ്. സോ വി നീഡ് ടു ആഡ് ബാക്ക് 80,000. പക്ഷേ നോഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. നോഷണൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് കാറാണ്. എത്ര %? 15% ഡിപ്രിസിയേഷൻ ക്ലെയിം 80,000.
15% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഡിപ്രിസിയേഷൻ റേറ്റ് ക്വസ്റ്റനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് പെട്രോൾ ഓഫ് കാർ allowed expense ആണ്. ട്രാവലിംഗ് എക്സ്പെൻസ് allowed ആണ്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. സോ ഹൗസ് പ്രോപ്പർട്ടിയിൽ പേ ചെയ്ത മുനിസിപ്പൽ ടാക്സ് PGBPയിൽ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് എക്സ്പെൻസ് ഈസ് ഡിസallowed. സോ വി നീഡ് ടു ആഡ് ബാക്ക് ദാറ്റ് എക്സ്പെൻസ് ആൻഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, GAVയിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യും. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. Then value of benefits received from clients during the course of profession is 10,500. So ഇത് നമ്മുടെ ഇൻകം ആണ്, പക്ഷേ ഇത് P&L കാണിച്ചിട്ടില്ല. So income not recorded in P&L will be added. Then incentive to article assistants represent amount paid to 2 article assistants for passing IPCC examination at first attempt. So IPCC examination first attempt pass ചെയ്തുകൊണ്ട് ഇൻസെൻറ്റീവ് ആർട്ടിക്കിൾ അസിസ്റ്റൻസിന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻസെൻറ്റീവ് ടു ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ്, ഇത് അലൗഡ് എക്സ്പെൻസ് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് PGBP എക്സ്പെൻസ്. ഓൾറെഡി P&L കൊടുത്തിട്ടുണ്ട്. സോ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് നോട്ട് കൊടുക്കാം. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കാർ ഇൻക്ലൂഡ് 2000 for the period from 1st October 2021 to 30th September 2021. So 1st October 21 മുതൽ 30th September 22 വരെയുള്ള റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് 2000 തന്നിട്ടുണ്ട്. ആ 2000 ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അത് ഡിസലോ ചെയ്യണോ? വേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് ദേ ഫോളോ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. സോ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് എൻറ്റയർ എമൗണ്ട് വിൽ ബി അലൗഡ്, നത്തിങ് വിൽ ബി ഡിസലൗഡ്. ഇതും ബൈ വേ ഓഫ് നോട്ട് കാണിക്കണം. ദെൻ സാലറി ഇൻക്ലൂഡ്സ് 30,000 to a computer specialist in cash for assisting Ms. Purvi in one professional assignment. So this is salary in cash ആണ്. Expenses in excess of 10,000 made in cash is disallowed. So 30,000 10,000-നേക്കാളും കൂടുതലാണ് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയത്. സോ ഇറ്റ് വിൽ ബി ഡിസallowed. സോ 30,000 എക്സ്പെൻസ് ഡിസലോ ചെയ്തിരിക്കുന്നത് ആഡ് ബാക്ക് ചെയ്യണം. സോ ഇവിടെ സാലറി ടു സ്റ്റാഫിൽ 30,000 ആഡ് ബാക്ക് ചെയ്യണം. Traveling expenses include expenditure incurred on foreign tour of 32,000 which was within the RBI norms. So within the RBI norms ആയതുകൊണ്ട് തന്നെ it will not be disallowed. Traveling expense it will be allowed because it is for considered it is for office purpose. Office purpose ആയതുകൊണ്ട് അത് allow ചെയ്യും, disallow ചെയ്യില്ല. അത് by way of note കാണിക്കണം. Then medical insurance premium on the health of dependent brother and major son dependent on her amounts to 5,000 and 10,000 respectively paid in cash. So medical insurance premium എന്ന് പറയുന്നത് 80D deduction ആണ്. 80D deductionൽ ഡിപ്പെൻഡൻറ്റ് ബ്രദറിന് അലൗഡ് അല്ല. സോ ഫസ്റ്റ് നോട്ടിൽ 5,000 ഡിപ്പെൻഡൻറ്റ് ബ്രദറിന് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ദെൻ മേജർ സണ്ണിന് പറ്റും, പക്ഷേ ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് പേയ്മെൻറ്റ്സ് സെക്ഷൻ 80Dയിൽ അലൗഡ് അല്ല. So both will not be claimed as deduction under section 80D. She invested an amount of 10,000 in national savings certificate. Section 80Cയിൽ reduction ആയിട്ട് claim ചെയ്യാം. Then she has paid 70,000 towards advance tax during the previous year 21-22. So advance tax minus ചെയ്യാൻ പറ്റും. Compute the total income and tax payable of Ms. Purvi for assessment year 22-23. So first statement prepare ചെയ്യാം. Computation of total income of Ms. Purvi for assessment year 22-23. So ഈ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും PGBP ഇൻകം ഫ്രം അതർ സോഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് നമ്പർ കൊടുക്കുക, നോട്ടിൽ നമ്മൾ വർക്കിംഗ് ചെയ്യും. സോ അത് ആഡ് ചെയ്യുമ്പോൾ അത് 3 ആഡ് ചെയ്യുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്നും ചാപ്റ്റർ 6 ഡിഡക്ഷൻ മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ദാറ്റ് ടോട്ടൽ ഇൻകം ഷുഡ് ബി റൗണ്ടഡ് ഓഫ് ടു ദ നെക്സ്റ്റ് ഫിഗർ. 0 ആയിരിക്കണം എൻഡിൽ. Then computation of tax of Ms. Purvi for assessment year 22-23. Next table prepare ചെയ്യാം. Tax on total income. So total income നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അതുമ്പോൾ ടാക്സ് കണ്ടുപിടിക്കാം. 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുമ്പോൾ ടാക്സ് പേയബിൾ കിട്ടും. അതിൽ നിന്നും അഡ്വാൻസ് ടാക്സ് TDS മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടാക്സ് പേയബിൾ. TDS ഇവിടെ ഡിവിഡൻഡ് ഇൻകവും UTI ഇൻകവും ഉണ്ട്. ദെൻ ടാക്സ് പേയബിൾ കിട്ടും. ടാക്സ് പേയബിളും റൗണ്ട് ഓഫ് ചെയ്യണം. സോ ഫസ്റ്റ് നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഫോർമാറ്റ് എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ. സോ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മുനിസിപ്പൽ റെൻ്റ് ഓർ ഫെയർ റെൻ്റ് വിച്ച് എവർ ഇസ് ഹയർ. ഫെയർ റെൻ്റ് ഓർ
സ്റ്റാൻഡേർഡ് റെൻറ്റ് whichever is lower അത് എക്സ്പെക്റ്റഡ് റെൻ്റ് ആകും. ദാറ്റ് ഓർ actual rent whichever is higher will be the gross annual value. In this case only actual rent received is given, therefore that will be our gross annual value. So gross annual value is 85,600. 85,600 ൽ നിന്ന് municipal tax pay ചെയ്ത് 3,000 മൈനസ് ചെയ്യുമ്പോൾ you will get the net annual value. Then section 24 പ്രകാരം deduction claim ചെയ്യാം. So deduction under section 24 30% of net annual value claim ചെയ്യാം. So 30% of 82,600 24,780 minus ചെയ്യുമ്പോൾ you will get income from house property 57,820. 57,820. So first note നേരെ കൊടുക്കുക 57,820. Then second note, profits and gain from business or profession. Note number 2. PGBP income calculate ചെയ്യുന്നത് always start ചെയ്യുന്നത് net profit വെച്ചാണ്. So net profit 9,28,224 കൊടുക്കാം. 9,28,224 net profit from income and expenditure account. Then സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട ഇൻകം P&L കൊടുത്തിട്ടുള്ള ഇൻകം, പക്ഷേ ആ ഇൻകം വേറെ ഹെഡിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ ഇൻകം എല്ലാം മൈനസ് ചെയ്യുക. സോ റെൻറ്റ് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ റെൻറ്റ് 85,600 മൈനസ് ചെയ്യുക. ദെൻ ഓണറേറിയം ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ അത് മൈനസ് ചെയ്യുക. ദെൻ ഇൻകം ഫ്രം UTIയും ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. സോ മൈനസ് ചെയ്യുക. ദെൻ ഡിവിഡൻറ്റും ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. സോ അത് മൈനസ് ചെയ്യുക. ദീസ് ഇൻകംസ് ആർ ടു ബി കൺസിഡേർഡ് under other head. So income considered separately minus ചെയ്യണം. Dividend, income from UTI, honorarium and rent income. ഇനി P&L അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാത്ത ഇൻകം ആഡ് ചെയ്യണം. സോ ഇവിടെ ഇൻകം ഏതാ ഉള്ളത്? വാല്യൂ ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം ക്ലയൻറ്റ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പ്രൊഫഷൻ. സോ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പ്രൊഫഷൻ ആയതുകൊണ്ട് PGBP ഇൻകം ആണ്. P&L കൺസിഡർ ചെയ്തിട്ടില്ല. സോ 10,500 ആഡ് ചെയ്യണം. Income not recorded in income and expenditure account, value derived from client 10,500 add ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡിസലവ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. സോ ഓരോ എക്സ്പെൻസും നമ്മൾ നോക്കിയതാണ്. സാലറി ടു സ്റ്റാഫ് 15,50,000 പറയുന്നുണ്ട്. അതിൽ ആ സാലറി ഇൻക്ലൂഡ്സ് 30,000 ടു എ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ഇൻ ക്യാഷ് ഫോർ അസിസ്റ്റിംഗ് മിസ് പൂർവി ഇൻ വൺ പ്രൊഫഷണൽ അസൈൻമെൻറ്റ്. സോ ആ സാലറിയിൽ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റിന് 30,000 കൊടുക്കുന്നുണ്ട്. ആ 30,000 കൊടുത്തിരിക്കുന്നത് ക്യാഷിലാണ്. സോ 10,000-നേക്കാളും കൂടുതൽ എമൗണ്ട് ക്യാഷിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർ എക്സ്പെൻസ് വിൽ ബി ഡിസലൗഡ്. സോ 30,000 ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ഇൻസെൻറ്റീവ് ടു ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ് റെപ്രസെൻറ്റ് എമൗണ്ട് പെയ്ഡ് ടു 2 ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ് ഫോർ പാസിംഗ് IPC എക്സാമിനേഷൻ അറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ്. ടു ഇൻസെൻറ്റീവ് ടു ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അലൗഡ് എക്സ്പെൻസ്. സോ ഒന്നും ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. ഓൾറെഡി P&L അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇൻസെൻറ്റീവ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. ഇറ്റ് ഈസ് ഓൾറെഡി പ്രൊവൈഡഡ് ഇൻ P&L അക്കൗണ്ട്. therefore no need to consider separately. Then repair and maintenance. The next disallowed expense ഏതാണ്? Repair and maintenance of car 2004 period തന്നിട്ടുണ്ട്. സോ ഇവിടെ ഈ പീരീഡിലാണെങ്കിൽ പോലും എന്താ ക്യാഷ് ബേസിസിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. സോ ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് അലൗഡ്, ഡിസലൗഡ് അല്ല. സോ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കാർ ഇറ്റ് ഈസ് ആൻ അലൗഡ് എക്സ്പെൻസ്. അതും നോട്ടായിട്ട് കൊടുക്കാം. Purvi follow cash accounting system, hence the proportionate expense for the period is allowed. Purchase of car capital expenditure ആണ്. It is not allowed, it is disallowed. So 80,000 add back ചെയ്യണം. However, we can deduct depreciation. Depreciation expense ആയിട്ട് PGBPയിൽ claim ചെയ്യാം. So 80,000 add back ചെയ്യണം. Depreciation അതിൽ expense allowed എന്ന് പറഞ്ഞ് 12,000 മൈനസ് ചെയ്യണം. Then municipal tax in respect of house property 3,000 PGBPയിൽ കാണിച്ചു, expense ആയിട്ട് കാണിച്ചു. That expense is disallowed because it is to be shown under house property. So 3,000 add back ചെയ്യണം. You will get the PGBP income as 9,20,200. The next head എന്ന് പറയുന്നത് income from other source ആണ്. ഓൾറെഡി കൊടുത്തിരുന്നു. Dividend income, income from other source 10,524. Then income from UTI, income from other source 7,600. Then honorarium received 15,800. So total income from other sources 33,924. So first statement like computation of total income for assessment year 22-23. So മൂന്ന് income നമ്മൾ കണ്ടുപിടിച്ചു. Gross total income total ചെയ്യുക, gross total income കിട്ടും.
അതിൽ നിന്നും ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് നമ്പർ 4. സോ 2 ഡിഡക്ഷൻ ആണുള്ളത്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവും ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ NSCയും. സോ 2 ഡിഡക്ഷൻ ആണ് ചാപ്റ്റർ 6 വരുന്നത്. So medical insurance premium on health of dependent brother and major son dependent on her amounts to this paid in cash. So 80D പറയുന്നത് എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ബ്രദറിന് ആപ്ലിക്കബിൾ ആണോ? അല്ല, മേജർ സണ്ണിന് ആപ്ലിക്കബിൾ ആണ്. സോ ഡിപ്പെൻഡൻറ്റ് ബ്രദറിന് നോട്ട് കൊടുക്കാം. Because he is not a family member, medical insurance premium paid on the health of dependent brother cannot be claimed as deduction. Then മേജർ സണ്ണിന് ഡിഡക്ഷൻ എടുക്കാം, പക്ഷേ ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് പെയ്ഡ് ഇൻ ക്യാഷ്. ദെർഫോർ മേജർ സണ്ണിനും medical insurance premium paid on the health of major son cannot be claimed as deduction because it is paid in cash. So note number 4, chapter 6A deduction, health insurance premium, section 80D, brother nil, son nil. Note kodukka, insurance paid for brother will not be considered as brother is not family under section 80D. Then insurance on dependent major son is eligible. However, as it is paid in cash, it is not allowed under as deduction under section 80D. Then she invested an amount of 10,000 in national savings certificate. So 80C deduction ആയിട്ട് claim ചെയ്യാൻ പറ്റും. 10,000 full 10,000 deduction claim ചെയ്യാം. So total deduction that can be claimed under chapter 6A is 10,000. So gross total income നിന്നും chapter 6A deduction minus ചെയ്യുമ്പോൾ you will get the total income as 10,01,944. Round off to the nearest figure. 5 or above ആണെങ്കിൽ 50 ആകും. Then 4 or below ആണെങ്കിൽ 40 ആകും. സോ 10,01,940 ആണ് ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തുമ്പോൾ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ഓഫ് മിസ് പൂർവി ഫോർ അസസ്മെൻറ്റ് ഇയർ 22-23, ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം. സോ ഫസ്റ്റ് അപ് ടു 2,50,000 നിൽ, 2,50,000 to 5 lakh 2,50,000 in the 5%, 5 lakh to 10 lakh 20%, which means 5 lakh into 20%, 1 lakh. Then 10 lakh to above 10 lakh 30%. So 10 lakh to 10 lakh 1,940. അപ്പോൾ 1,940 more 30%. So 582. So total tax on total income is 1,13,082. അതിൻ്റെ ഒപ്പം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് 4% ആഡ് ചെയ്യുമ്പോൾ you will get the tax payable. ടാക്സ് പേയബിളിൽ നിന്നും അഡ്വാൻസ് ടാക്സും TDS മൈനസ് ചെയ്യുമ്പോൾ ഫൈനൽ ടാക്സ് പേയബിൾ കിട്ടും. അഡ്വാൻസ് ടാക്സ് എത്ര? She has paid 70,000 towards advance tax during the previous year. So 70,000 മൈനസ് ചെയ്യണം. Then TDS മൈനസ് ചെയ്യണം. സോ TDS നമ്മൾ ഏതിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ഡിവിഡൻറ്റിലും ഇൻകം ഫ്രം UTIയിലും. സോ ഡിവിഡൻറ്റിൽ because it is in excess of 5,000, 10% on 10,524. So 1,052. Then 10% on 7,600 because it is in excess of 5,000, 760. ഇത് മൈനസ് ചെയ്യുക. അഡ്വാൻസ് ടാക്സും TDS മൈനസ് ചെയ്യുമ്പോൾ you will get the tax payable round off ചെയ്യാം. ഇനി 115 BAC ഓപ്റ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം ടാക്സ് പേയബിളും കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ 115 BAC ഓപ്റ്റ് ചെയ്യുമ്പോൾ ചില ഡിഡക്ഷൻസ് ചില എക്സംഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇൻ ദിസ് കേസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ക്വസ്റ്റനിൽ അധികം 115 BACയിൽ എടുക്കാൻ പറ്റാത്ത ഐറ്റംസ് പറയാത്തതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നെ ഈ കേസിലും സെയിം ആയിട്ട് എടുക്കാം. ദെൻ മൈനസ് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ്. 150 ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കിട്ടില്ല എക്സെപ്റ്റ് 2. അത് ക്വസ്റ്റനിലില്ല. സോ ടോട്ടൽ ഇൻകം കിട്ടും, അത് റൗണ്ട് ഓഫ് ചെയ്യുക, അത് മേൽ ടാക്സ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് 2,50,000 ടാക്സ് റേറ്റ് ഇസ് നിൽ. സോ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 10,11,940. ഫസ്റ്റ് 2,50,000 ഇറ്റ് ഈസ് നിൽ. 2,50,000 to 5 lakh 5%. So 2,50,000 into 5%, 12,500. Then 5 lakh to 7,50,000 10%, which means 2,50,000 into 10%, 25,000. അതേപോലെ ടാക്സ് കണ്ടുപിടിക്കുക. വിച്ച് മീൻസ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത് 2,50,000 വെച്ചാണ്. ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് 5% വെച്ചാണ്. ഓക്കെ, സോ ടാക്സ് വരുന്നത് 77,388. 77,388. അതിൻ്റെ ഒപ്പം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യാം. അഡ്വാൻസ് ടാക്സും TDSും നേരത്തെ പോലെ മൈനസ് ചെയ്യുമ്പോൾ 8,672 കിട്ടും, വിച്ച് വിൽ ബി റൗണ്ടഡ് ഓഫ് ടു 8,670. സോ 115 BAC പ്രകാരം ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 8,670 ആണ്, 8,670 ആണ്. പക്ഷേ നോർമൽ സ്കീം പ്രകാരം ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 45,790 ആണ്. ഏതാണ് ടാക്സ് പേയർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ? 115 BAC. സോ
ടാക്സ് പെയർ 115 BAC ഓപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് 115 BAC ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയേഴ്സിലെല്ലാം 115 BAC ഓപ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു വർഷം 115 BAC ഓപ്റ്റ് ചെയ്യാതെ റെഗുലർ ടാക്സ് സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ 115 BAC കിട്ടില്ല. സോ ഈ നോട്ട് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സിൻസ് ടാക്സ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 115 BAC is lower than the regular tax provision, the same may be opted. So 115 BAC may be opted. However, considering that provision into business and profession, so 115 BAC opt ചെയ്തിട്ടുണ്ടെങ്കിൽ the provision of section 115 BAC will apply to subsequent years too. Next yearsലും apply ചെയ്യും. ഏതെങ്കിലും ഒരു വർഷം നമ്മൾ ഓപ്റ്റ് ചെയ്തില്ല, മറ്റേ നോർമൽ ആണ് ഓപ്റ്റ് ചെയ്തെങ്കിൽ 150 പിന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.